അനധികൃത കുടിയേറ്റക്കാരെ തിരഞ്ഞ് അമേരിക്കയിലെ ഗുരുദ്വാരങ്ങളിൽ കടന്നുകയറി പോലീസ്. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരാണ് ന്യൂയോർക്ക്, ന്യൂജേഴ്സി എന്നിവിടങ്ങളിലെ ഗുരുദ്വാരങ്ങളിൽ പരിശോധന നടത്തിയത്. ഖലിസ്ഥാൻ വിഘടനവാദികൾ ഉൾപ്പെടെയുള്ളവർ നിയമവിരുദ്ധമായി ഗുരുദ്വാരകളിൽ താമസിക്കുന്നുവെന്നാണ് അവകാശവാദം. ആരാധനാലയങ്ങളിൽ കടന്നുകയറുന്നത് അവയുടെ പവിത്രത നശിപ്പിക്കലാണെന്ന് സിഖ് അമേരിക്കൻ ലീഗൽ ഡിഫൻസ് ആൻഡ് എഡ്യൂക്കേഷൻ ഫണ്ട് പ്രതികരിച്ചു. അനധികൃതമായി അമേരിക്കയിൽ കഴിയുന്ന 18,000 ഇന്ത്യക്കാരെ ഉടൻ തിരിച്ചയക്കുമെന്ന നിലപാടിലാണ് ഇന്ത്യ. ആന്ധ്രാപ്രദേശ്, പഞ്ചാബ്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ നിന്നാണ് അനധികൃത കുടിയേറ്റക്കാരിൽ അധികവും. കുടിയേറ്റക്കാരെ വെള്ളം പോലും നൽകാതെ വിലങ്ങണിയിച്ച് മനുഷ്യത്വരഹിതമായ രീതിയിൽ നാട് കടത്തിയ അമേരിക്കയുടെ നടപടിയിൽ കടുത്ത വിയോജിപ്പ് അറിയിച്ച് ബ്രസീൽ പ്രസിഡന്റ് ലുല ഡെസിൽവ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് വിശദീകരണം ആവശ്യപ്പെട്ടു. വെള്ളിയാഴ്ചയാണ് ബ്രസീലിൽ നിന്നുള്ള 88 കുടിയേറ്റക്കാരെ പ്രത്യേക വിമാനത്തിൽ അമേരിക്ക നാട് കടത്തിയത്. വിമാനത്തിൽ എയർ കണ്ടീഷൻ ഉണ്ടായിരുന്നില്ല, കുടിവെള്ളം ലഭ്യമാക്കിയില്ല. സാങ്കേതിക തകരാർ മൂലം വിമാനം ആമസോൺ നഗരമായ മനാവുസിൽ ഇറക്കിയപ്പോഴാണ് കടുത്ത മനുഷ്യാവകാശ ലംഘനം ബ്രസീൽ ഫെഡറൽ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ബ്രസീലിയൻ എയർഫോഴ്സ് വിമാനത്തിലാണ് ഇവരെ കൊണ്ടുപോയത്. വിമാനത്തിൽ കുടിയേറ്റക്കാരെ വിലങ്ങണിയിച്ച് നാട് കടത്തുന്നതിനെതിരെ കടുത്ത ട്രംപ് അനുകൂലിയും ബ്രസീലിലെ തീവ്ര വലത് നേതാവുമായ ജെയർ ബോൾസനാരോയും രംഗത്തെത്തി. ഗാസയിൽ നിന്ന് പലസ്തീൻകാരെ തുടച്ചു നീക്കി പ്രശ്നം പരിഹരിക്കുമെന്ന പ്രകോപനപരമായ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇസ്രയേലിന് അതിമാരക ശേഷിയുള്ള ബോംബുകൾ നൽകി അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗാസയിലെ 15 ലക്ഷത്തിൽ പരം ആളുകളെ പുനരധിവസിപ്പിക്കണമെന്നും ഈജിപ്തും ജോർദാനും കൂടുതൽ പലസ്തീൻ അഭയാർത്ഥികളെ സ്വീകരിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ജോർദാൻ ഭരണാധികാരി അബ്ദുള്ള രണ്ടാമനുമായി വിഷയം ചർച്ച ചെയ്തു. ഈജിപ്ത് പ്രസിഡന്റുമായും കൂടിക്കാഴ്ച നടത്തും. അറബ് രാഷ്ട്രങ്ങളുടെ സഹകരണത്തോടെ മറ്റ് ദേശങ്ങളിൽ ഗാസ നിവാസികളെ പുനരധിവസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രസിഡന്റിന്റെ ഔദ്യോഗിക വിമാനം എയർഫോഴ്സ് വണ്ണിൽ മാധ്യമങ്ങളോട് സംസാരിക്കവേ ട്രംപ് പറഞ്ഞു. എന്നാൽ പലസ്തീൻ ജനത സ്വന്തം മണ്ണിൽ നിന്ന് ഇറങ്ങിയില്ലെന്നും നിർബന്ധിത കുടിയിറക്കലിന്റെ ശ്രമമുണ്ടായാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞു. വെടിനിർത്തൽ നിലവിൽ വന്നതോടെ ഇസ്രയേൽ തരിപ്പണമാക്കിയ വടക്കൻ ഗാസയിലേക്ക് മടങ്ങി 10,000 പലസ്തീൻകാർ. ഇസ്രയേൽ കടന്നാക്രമണത്തെ തുടർന്ന് കൂട്ടത്തോടെ ഒഴിഞ്ഞുപോയവരാണ് 1 വർഷത്തിനു ശേഷം തിരിച്ചെത്തുന്നത്. ഞായറാഴ്ച വടക്കൻ ഗാസ നിവാസികളെ സ്വദേശത്തേക്ക് മടങ്ങി വരുവാൻ അനുവദിക്കണമെന്ന് ഇസ്രയേൽ അറിയിച്ചിരുന്നതെങ്കിലും അവസാന നിമിഷം പിന്മാറി. ഹമാസ് 3 ബന്ദികളെ വിട്ടുകൊടുത്ത ശേഷമാണ് വടക്കൻ ഗാസയിലേക്കുള്ള കവാടം തുറക്കാൻ ഇസ്രയേൽ തയ്യാറായത്. അടുത്ത ശനിയാഴ്ച 3 ബന്ദികളെ കൈമാറുന്നതിനൊപ്പം വ്യാഴാഴ്ച ഹമാസ് മറ്റൊരു ബന്ദിയെ കൂടി കൈമാറുമെന്ന് ഇസ്രയേൽ അറിയിച്ചു. 300-ലധികം പലസ്തീൻ തടവുകാർക്ക് പകരം 7 ഇസ്രയേൽ ബന്ദികളെ ഇതുവരെ ഹമാസ് വിട്ടു നൽകി. അതേസമയം വെസ്റ്റ് ബാങ്കിലെ തുൽക്കമേറിൽ ഇസ്രയേൽ തുടരുന്ന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. വെടിനിർത്തലിന്റെ ആദ്യഘട്ടത്തിൽ ഹമാസ് കൈമാറുമെന്നറിയിച്ച 33 ബന്ദികളിൽ 8 പേർ മരിച്ചതായും ഇവരുടെ മൃതദേഹങ്ങളാണ് കൈമാറുന്നതെന്നും ഇസ്രയേൽ പ്രതിനിധി അറിയിച്ചു.